ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൺഷൈൻ മമ്മ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെ ചെക്ക് ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചോ ഇല്ലേ എന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടി ഞാനത് ചെക്ക് ചെയ്ത് ടിക്കറ്റ് പോവുകയാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് ഞങ്ങൾ ഇറങ്ങി. രാവിലെ ഒരു വെളുപ്പിനൊരു 4:30ക്കാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ മൂന്നാറിലോട്ടാണ് പോകുന്നത്. ഞാനും ഇക്കായും ഇക്കാടെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. വാപ്പ, ഉമ്മ, ഇക്കാടെ 2 സിസ്റ്റേഴ്സ്, പിന്നെ ഒരു സിസ്റ്ററിൻ്റെ ഫുൾ ഫാമിലിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8 മണി ആയപ്പോൾ തന്നെ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നിർത്തി ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ 3 കുഞ്ഞു പിള്ളേരെയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കരുതലുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു 3 ഡേയ്സ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. 3 ഡേയ്സ് ട്രിപ്പിലും നമ്മൾ 2 സ്റ്റേ ആണ് എടുത്തേക്കുന്നത്. അതായത് ഫസ്റ്റ് ഡേ ഒരു സ്റ്റേയും സെക്കൻഡ് ഡേ വേറൊരു സ്റ്റേയും. ബിക്കോസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഡേ ഒരു സ്റ്റേ ആണ് ഞങ്ങൾ എടുത്തത്. അടുത്ത ദിവസം വേറെ ഒരെണ്ണം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ 1ൻ്റെ വ്ളോഗ്സ് ആയിരിക്കും. എല്ലാ വീഡിയോസ് ആയിരിക്കും ഇതിലുള്ളത്. അപ്പം നമ്മൾ വലിയ യാത്ര ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കംഫർട്ടബിൾ ആവാൻ വേണ്ടി നമ്മൾ ഇഡ്ഡലിയൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ ഈ ഒരു സമയമായപ്പം ഫുഡെല്ലാം കഴിച്ച് ഈസി എല്ലാം സെറ്റായി ഇരിപ്പുണ്ട്. കാരണം ടമ്മി ഹാപ്പി ആണെങ്കിൽ ഈസി ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും. അത് ഈസിയുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു കാടിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈസീനെ ഞങ്ങൾ കാർ സീറ്ററിൽ ബാക്കിൽ നടുക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം വ്യൂ ഒക്കെ നല്ലോണം കിട്ടാൻ വേണ്ടി. അപ്പം ഈസി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ ഓൾറെഡി പൊന്മുടിയിൽ പോയി കണ്ടപ്പോഴേ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം മൂന്നാറും കൂടെ ആണെന്ന് പറഞ്ഞപ്പം അതൊരു ലോങ് ഡ്രൈവ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾ മൂന്നാറിലെ ആനയാറെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഇവിടെ അതായത് ആന ഇതുവഴി ക്രോസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ആനയാറെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി, കാലൊക്കെ നനച്ചു. കുറേ സമയം ഈസിയും എല്ലാവരും കളിച്ചുകൊണ്ടൊക്കെ നിന്നു. അപ്പോൾ നമ്മൾ നിന്ന സമയത്തൊന്നും ആനയൊന്നും വന്നില്ലായിരുന്നു. പക്ഷേ ആനയുടെ ഷിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആന ഇറങ്ങും എന്നുള്ളതിനൊരു തെളിവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല തണുത്ത വെള്ളമായിരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിരുന്നു കാലൊക്കെ ഇട്ട് കുറേ സമയം ഇരുന്നപ്പോൾ. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന സ്റ്റേ, ഡേ 1ൻ്റെ സ്റ്റേ. ഫോറസ്റ്റ് കേപ്പ് എന്നാണ് പേര്. ഇതൊരു ഫ്രെയിം കൈൻഡ് ഓഫ് വില്ലാസാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല ഒരു സ്പേസ് ആയിരുന്നു. ഭയങ്കര ഫോട്ടോജെനിക് ആയിരുന്നു. വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പം അവിടെ നിന്ന് നമുക്ക് നേരെ നോക്കുമ്പോൾ തേയിലത്തോട്ടമാണ് കാണുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ റൂമെന്ന് പറയുമ്പം ഡയറക്റ്റ് ആ വ്യൂ ഉള്ള ഒരു റൂമാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പം ഭയങ്കര കോമ്പാറ്റബിൾ ആയിട്ട് ഒരു ബെഡ്, പിന്നെ വേറെ ഒരു എക്സ്ട്രാ ഒരു ബെഡും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ വാർഡ്രോബുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു വാഷ്റൂമും ഉണ്ട്. പക്ഷെ ഭയങ്കര ഒരു എസ്തെറ്റിക് റൂമായിരുന്നു. അത്യാവശ്യം നല്ല കംഫർട്ടബിളും ആയിരുന്നു നമുക്ക്. ഈസിക്കാണെങ്കിലും കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും നല്ല ചെറിയ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ബാൽക്കണി വ്യൂ ആസ് സച്ച് ഡയറക്റ്റ്ലി നമുക്ക് തേയിലത്തോട്ടം ആണെങ്കിൽ പോലും അവിടെ കുറച്ച് മരങ്ങൾ നമുക്കൊരു തടസ്സം പോലെ തോന്നുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് ഇവിടത്തെ പറ്റി പറയാൻ. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ലതായിരുന്നു. ഞങ്ങളൊരു 3 റൂംസാണ് ബുക്ക് ചെയ്തത്. 3 ഫാമിലി അങ്ങനെയുള്ള രീതിയിലാണ് ബുക്ക് ചെയ്തത്. അപ്പം എക്സ്ട്രാ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഫാമിലി 2 ആൾക്കാർ, 2 വലിയ ആൾക്കാരും ഒരു കുഞ്ഞും, അങ്ങനെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കൂടുതലാണെന്നുണ്ടെങ്കിൽ പുതിയൊരു റൂം ബുക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു ഹൈ പ്രയോറിറ്റി വർക്ക് വന്നു. ഞാൻ ലാപ്പ് ഓൾറെഡി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ 3 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യം വരും എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ലാപ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട വർക്കായിരുന്നു. അതെൻ്റെ ഒരു കൊളീഗും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റി. പിന്നെ റേഞ്ചിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഡിന്നർ അവിടെ നിന്ന് ചപ്പാത്തിയും ചില്ലി ചിക്കനും പിന്നെ
ഒരു വെജ് കറിയുമായിരുന്നു. ചപ്പാത്തി ആൻഡ് ചില്ലി ചിക്കൻ വാസ് ഓക്കെ, നല്ലതായിരുന്നു. നമുക്കിത് കോംപ്ലിമെൻ്ററി ഒന്നും അല്ല, അവിടെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിയൊരു ഡിന്നറായിരുന്നു. അതിനുശേഷം നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ആക്ടിവിറ്റീസ് ആയിട്ടൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇരുന്ന് ചില്ല് ചെയ്യാം, ഫാമിലിയായിട്ട് ഇരുന്ന് കാര്യം പറയാം, സംസാരിക്കാം. പിന്നെ പിള്ളേർക്ക് നമ്മൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവർ കുറച്ച് ഡാൻസൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഭയങ്കര ആക്ടിവിറ്റീസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ആക്ടിവിറ്റീസിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ആ ഒരു സെൽഫ് ടൈമാണ് നമുക്ക് വേണ്ടത്. കാരണം കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എന്തായാലും ഈ ആക്ടിവിറ്റീസോ അതൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മളെന്തായാലും മാറി നിൽക്കേണ്ടി വരും. അതിനേക്കാളും നമുക്ക് തന്നെ ഒരു സ്പേസ് തരുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം രാത്രി ഇരുന്ന് ചില്ല് ചെയ്തു. തണുപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര വലിയൊരു തണുപ്പൊന്നും ഉള്ള സമയമല്ലായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. വളരെ ലേറ്റായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഞങ്ങൾ ഡിസംബർ 2nd വീക്ക് എന്തോ ആണ് പോയത്. വളരെ ലേറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. ആ ഒരു ട്രാവൽ സീരീസിൻ്റെ 2nd പാർട്ടാണ് ആക്ച്വലി ഇത്. 2nd ട്രിപ്പിൻ്റെ Day 1 ആണ് ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.